ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പവർ ബാങ്ക് കൊണ്ട് ഒരെണ്ണം ഇനാഗ്രേറ്റ് ചെയ്യണത്. ഈ എന്തൊരു കള്ളനാടാ ഇവിടെ കൊണ്ടുവന്നത് ടൈമിംഗ് അവിടെ ഉണ്ട്. ആ സ്വപ്നങ്ങൾ പൂവിണിഞ്ഞ് ഇവിടെ ഇരിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അതിന് കാരണക്കാരായ പലരും ഉണ്ട്. ഇപ്പോൾ എൻ്റെ അമർ അക്ബർ അന്തോണി എന്ന് പറയുന്ന സിനിമയുമായിട്ട് ചെന്നപ്പോൾ വിഷ്ണു വിപിനും സ്ക്രിപ്റ്റായിട്ട് വന്നപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറായി വന്ന ആന്റണി ചേട്ടൻ എവിടെ ഇരിക്കുന്നു? താങ്ക് യു. ആന്റണി ചേട്ടൻ ഉണ്ട്. പിന്നെ ഈ സിനിമ പല താരങ്ങളോടും പല താരങ്ങളുടെ അടുത്തും കഥ പറഞ്ഞപ്പോൾ പലരും നിരസിച്ചു. അമർ അക്ബർ അന്തോണിയുടെ കഥ പറഞ്ഞപ്പോൾ പലരും ചിലർ കേട്ടു, ചിലർ നിരസിച്ചു. അങ്ങനെ ആ സമയത്ത് ഇത് ഞാൻ ചെയ്യാം ഇക്ക എന്ന് ആദ്യം പറഞ്ഞ് ഈ സിനിമ ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ബാക്കിക്ക നോക്കിക്കോ എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട ജയസൂര്യ വന്നതിന് ശേഷമാണ് അമർ അക്ബർ അന്തോണി എന്ന് പറയുന്ന പൃഥ്വിരാജും ഇന്ദ്രജിത്തും ആസിഫ് അലിയും ഒക്കെ വരുന്ന ആ ഒരു ടീമില് പിന്നെ പ്രിയപ്പെട്ട നമ്മുടെ DOP സുജിത് വാസ്തവ്, അമർ അക്ബർ അന്തോണിയിലും അദ്ദേഹം തന്നെയായിരുന്നു ക്യാമറ. അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് ഈ പടത്തിലാണ്. ഞങ്ങളുടെയൊക്കെ സീനിയറാണ്. പണ്ട് അശോകൻ ചേട്ടൻ്റെയൊക്കെ മിമിക്രി സ്റ്റേജിൽ ഫ്രണ്ടിൽ ഇതുപോലെ പോയിരുന്ന് ഇങ്ങനെ വായും പിടിച്ച് നോക്കിയെന്ന് കണ്ടിരിക്കുന്ന ആ അന്നത്തെ ഫാൻ ബോയ് അശോകൻ ചേട്ടനെ വെച്ചിട്ട് ആക്ഷനും കട്ടും പറയാ എന്ന് പറയുന്ന ഒരു ഭാഗ്യം കൂടി ദൈവം തന്നു. താങ്ക് യു. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഇരിക്കുന്ന ഈ അറ്റം തൊട്ട് ഇങ്ങേ അറ്റം വരെ നിൽക്കുന്നവരാണ് ഈ സിനിമയുടെ പിന്നിൽ. ഇവർ തന്ന ഒരു ബലമാണ് ഈ സിനിമ. അല്ലാതെ ഒരിക്കലും ഇതൊരു നാദർഷ സിനിമ എന്ന് പറഞ്ഞിട്ട് ഫിലിം ബൈ നാദർഷ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതെൻ്റെ മാത്രമല്ല, ഇതെല്ലാവരുടെയും ഒരു സിനിമയാണ്. ഞങ്ങളുടെ ഒരു കൂട്ടായ്മയായിരുന്നു ഈ സിനിമ. ഇത് നന്നായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രവർത്തിച്ച എല്ലാ മനസ്സുകളും ശരീരങ്ങളും ഇതിനോടൊപ്പം ഉണ്ട്. ഇത് മാത്രമല്ല, ഇവിടെ വരാൻ പറ്റാത്ത ലൈറ്റ് ബോയ്സ് തൊട്ട് ആർട്ടിൽ പണിയെടുത്ത അല്ലെങ്കിൽ കാട്ടിലും മേറ്റിലേക്ക് ഓടി നടന്ന ഒരുപാട് പേര് ടെക്നീഷ്യൻസ്, അവർക്കെല്ലാം വേണ്ടി തന്നെയാണ് ഈ സിനിമ സമർപ്പിക്കുന്നത്. ഇനി ഇതിൻ്റെ ട്രെയിലർ ലോഞ്ച്, അതിന് എൻ്റെ പ്രിയപ്പെട്ട എപ്പോഴും എനിക്ക് ഏത് സമയത്തും വിളിക്കാം, ഏത് പാതിരാക്കും വിളിച്ചാൽ ആൻസർ ചെയ്യുന്ന എന്തൊക്കെ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ തിരിച്ചു വിളിക്കുന്ന ഞാൻ ജയനെ മിനിയാന്നാണ് വിളിക്കുന്നത്. ജയ ഇങ്ങനെ ഒരു പരിപാടി നീ ഇവിടെ ഉണ്ടാകും, ഞാൻ വരയ്ക്കാം എന്ന് പറയാം. വേറെ ഒന്നും ചോദിച്ചില്ല എൻ്റെ അടുത്ത്, എത്ര മണിക്കാണ് ഞാൻ വരാം. പ്രിയപ്പെട്ട ജയസൂര്യ, എൻ്റെ സഹോദരൻ ഞാൻ വിചാരിക്കും. ജേട്ടാ ഓക്കെ ശരി. കഴിഞ്ഞിട്ട് നമുക്ക് ഈ സൈഡിലേക്ക് നമുക്ക് സ്റ്റേജിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവർ രണ്ട് സൈഡിലായിട്ടൊന്ന് ജസ്റ്റ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പവർ ബാങ്ക് കൊണ്ട് ഒരെണ്ണം ഇനാഗ്രേറ്റ് ചെയ്യണത്. ഈ എന്തൊരു കള്ളനാടാ ഇവിടെ കൊണ്ടുവന്നത് ടൈമിംഗ് അവിടെ ഉണ്ട്. ഞാൻ ഇത് വെച്ചിട്ട് എങ്ങനെ പ്രസ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ആദ്യം തന്നെ നാഷിക അതിഗംഭീരമായിട്ടുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ സിനിമ കാണുമ്പോഴത്തേക്കും നമുക്ക് തന്നെ അറിയില്ല, ഒരു ട്രെയിലർ നമ്മൾ വീട്ടിലിരുന്ന് കാണുമ്പോഴത്തേക്കും നമുക്കറിയാം ഇത് ഓടില്ലേ എന്നൊക്കെ നമുക്ക് ഉള്ളിൽ ഉണ്ടാവുമല്ലോ, സ്നേഹം കാര്യങ്ങളൊക്കെ അത് വേറെ. പക്ഷെ എന്ന് പറഞ്ഞതുപോലെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കാണാൻ തോന്നുന്ന ഒരു സിനിമയാണ്. സന്തോഷം. താങ്ക് യു. എത്രയോ കൊല്ലമായിട്ട് എനിക്ക് നാദർഷിക്ക എന്ന് പറയുന്നത് ഞാൻ ഫ്ലാഷ് ബാക്ക് ഒന്നും പറയുന്നില്ല, കാരണം ഒരുപാട് ഇതുപോലെ ചാനലുകളിലും ഇതുപോലത്തെ വേദികളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഗുരുതുല്യനായിട്ടുള്ള വ്യക്തിയാണ്. സിനിമ മിമിക്രി എന്നൊക്കെ പറയുന്ന സ്വപ്നം കണ്ട് നടക്കുന്ന സമയത്ത് എനിക്ക് അവസരങ്ങൾ തന്നിട്ടുള്ള മനുഷ്യനാണ്. ആ വ്യക്തി അമർ അക്ബർ ആന്റണി ആയിട്ട് എൻ്റെ അടുത്ത് വന്നതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത്. യാത്രയിൽ ഞാൻ ഉണ്ടായിരുന്നല്ലോ, അതിനുശേഷം ഈശോ എന്ന് പറയുന്ന സിനിമയും ഇദ്ദേഹത്തിനോട് വർക്ക് ചെയ്യാൻ പറ്റി. നാദർഷയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ജനങ്ങളുടെ പൾസ് അറിയാവുന്ന, റിതം അറിയാവുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഏത് പടം ചെയ്താലും ഏത് മ്യൂസിക് ചെയ്താലും അത് ജനങ്ങൾ ഏറ്റുപാടുന്ന പാട്ടുകളായിട്ട് മാറാറുണ്ട്. ഇതിലെ പാട്ടുകളും തീർച്ചയായിട്ടും ജനങ്ങളുടെ പ്ലേ ലിസ്റ്റിലുണ്ടാവും, മനസ്സിലുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഒരുപാട് ഓർമ്മകൾ ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും എനിക്കുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് അശോകേട്ടൻ, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഊമപ്പെണ്ണിൻ ഉരിയാട പയ്യൻ എന്ന് പറയുന്ന പടത്തില് എൻ്റെ വലങ്കൈയായിട്ടുള്ള കഥാപാത്രം ചെയ്ത ഒരു വ്യക്തിയാണ്. അതിനുശേഷം ഒരുപാട് സിനിമകൾ സുജിത്ത് ഈ പറഞ്ഞതുപോലെ തന്നെ മിനി സ്ക്രീനിൽ നിന്നും അവന്റെ സുജിത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു വളർച്ചയാണ്. കാരണം ഒരു DOPക്ക് എന്തെല്ലാം അപ്ഡേറ്റഡ് ആയി കഴിഞ്ഞാൽ എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ്. ലൂസിഫർ ആണെങ്കിലും എമ്പുരാനാണെങ്കിലും എല്ലാ ചിത്രങ്ങളിലും അവൻ്റെ ഒരു കയ്യൊപ്പ് എപ്പോഴും ഉണ്ടാവും സുജിത്ത്. ഇനി
ഒരുപാട് സിനിമകളും കൂടി സംവിധാനം ചെയ്തിട്ടുള്ള DOP ആയി മാറട്ടെ എന്നുകൊണ്ടും ആശംസിക്കുന്നു. ഈ ഒരു നിമിഷം തന്നതിന് എല്ലാവർക്കും നന്ദി പറയുന്നു. ഒപ്പം ഇതിന്റെ 100ാം ദിവസത്തെ ആഘോഷം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാവുന്ന വിഷ്ണു സോറിടാ ബാബാ ഞാൻ അമരക് ബ്രാനണി എന്ന് പറഞ്ഞ പടത്തിന്റെ റൈറ്റർ ആയിരുന്നു വിഷ്ണു. ഇവർ രണ്ടുപേരും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഹിറ്റുകൾ ഉണ്ടായിട്ടുള്ളൂ. അതിനുശേഷം കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ ആണെങ്കിലും ഇതിലേക്ക് അടുത്ത ഹിറ്റിന് എല്ലാവിധ ആശംസകളും കേട്ടോ.